തോമസ് കപ്പ് ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ വെങ്കലം നേടി ഇന്ത്യ. ആവേശകരമായ സെമി പോരാട്ടത്തിൽ ഫ്രാൻസിനോടാണ് ഇന്ത്യ പരാജയപ്പെട്ടത്. 3 മലയാളികളാണ് വെങ്കല മെഡൽ നേടിയ ഇന്ത്യൻ ടീമിൽ ഉണ്ടായിരുന്നത്. തോമസ് കപ്പ് ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിന്റെ സെമി ഫൈനലിൽ ഫ്രാൻസിനോട് പരാജയപ്പെട്ട് ഇന്ത്യക്ക് വെങ്കലത്തോടെ മടക്കം. ആവേശകരമായ പോരാട്ടത്തിൽ എതിരില്ലാത്ത 3 സെറ്റുകൾക്കാണ് ഫ്രാൻസ് ഇന്ത്യയെ പരാജയപ്പെടുത്തിയത്. ഇതോടെ 2022 നേടിയ കിരീടം തിരിച്ചു പിടിക്കാമെന്ന ഇന്ത്യയുടെ മോഹം സെമി ഫൈനൽ അവസാനിച്ചു. ഈ സീസണിൽ വെങ്കല മെഡലുമായി ഇന്ത്യക്ക് മടങ്ങേണ്ടി വന്നു. മത്സരം തുടങ്ങുന്നതിന് മുൻപേ ഏറ്റ തിരിച്ചടിയാണ് ഇന്ത്യയുടെ പതനത്തിന് പ്രധാന കാരണം. ക്വാർട്ടർ ഫൈനലിൽ ചൈനീസ് തായ്പേയ്ക്കെതിരായ വിജയത്തിനിടെ കൈമുട്ടിന് പരിക്കേറ്റ് ഇന്ത്യയുടെ മുൻനിര താരം ലക്ഷ്യ സെൻ സെമിയിൽ കളിച്ചിരുന്നില്ല. ടീമിന്റെ കുന്തമുനയായ ലക്ഷ്യയുടെ അഭാവത്തിൽ ഫ്രഞ്ച് താരങ്ങളുടെ ആക്രമണ ശൈലിയെ പ്രതിരോധിക്കാൻ ഇന്ത്യൻ താരങ്ങൾക്ക് സാധിച്ചില്ല. ആദ്യ സിംഗിൾസിൽ ആയുഷ് ഷെട്ടി ലോക 4ാം നമ്പർ താരം ക്രിസ്റ്റോ പോപ്പോവിനോട് പരാജയപ്പെട്ടു. തുടക്കം മുതൽ ആധിപത്യം പുലർത്തിയ പോപ്പോവ് 21-11, 21-9 എന്ന സ്കോറിനാണ് ആയുഷിനെ മറികടന്നത്. രണ്ടാം മത്സരത്തിൽ പരിചയസമ്പന്നായ കിഡംബി ശ്രീകാന്ത് അലക്സ് ലാനിയറെ നേരിട്ടെങ്കിലും നേരിട്ടുള്ള ഗെയിമുകൾക്ക് കീഴടങ്ങി. ഇതോടെ 2-0 എന്ന നിലയിൽ ഫ്രാൻസ് വിജയം ഉറപ്പിച്ചു. നിർണായകമായ 3ാം മത്സരത്തിൽ HS പ്രണോയ്ക്ക് പോപ്പോവിന് തടയാനായില്ല. ആദ്യ ഗെയിമിൽ 19-1 പ്രണോയ് മുന്നിട്ട് നിന്നെങ്കിലും അവസാന നിമിഷം ഫ്രഞ്ച് താരം കളി തിരിച്ചുപിടിച്ചു. രണ്ടാം ഗെയിമിൽ പൂർണ്ണ നിയന്ത്രണം ഏറ്റെടുത്ത പോപ്പോവ് 21-16 വിജയിച്ചതോടെ ഫ്രാൻസ് ഫൈനൽ ബെർത്ത് ഉറപ്പിച്ചു. ക്വാർട്ടറിൽ ചൈനീസ് തായ്പേയ് 3-0 തോൽപ്പിച്ചായിരുന്നു ഇന്ത്യ സെമിയിൽ എത്തിയത്. അതേസമയം ടീമിലെ മലയാളി സാന്നിധ്യവും അഭിമാനം പകരുന്നതാണ്. HS പ്രണോയ്, കിരൺ ജോർജ്, MR അർജുൻ എന്നിവരാണ് വെങ്കല മെഡൽ നേടിയ ഇന്ത്യൻ ടീമിലെ മലയാളികൾ.